സന്ധ്യ ആയപ്പോഴേ കുറച്ച് നെയ്പായസം കഴിക്കാനൊരു പൂതി. പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ വീട്ടിനകത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പൂതി എല്ലാവർക്കും ഉള്ളതല്ലേ. പിന്നെ ഒന്നും ആലോചിച്ചില്ല കേട്ടോ. കുറച്ച് ഉണങ്ങലരി എടുത്ത് കുക്കറിനകത്തിട്ട് വേവിച്ചെടുത്തു. പിന്നെ ആ നേരം കൊണ്ട് ഇതേ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കരപ്പാനിയും കുറച്ച് നെയ്യും കൂടെ വെന്തയച്ചു അരിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്ത് അതിനുശേഷം ഇതേ നമ്മുടെ ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി വരട്ടിയെടുത്തു കേട്ടോ. പിന്നെ ഇതെന്താ സംഭവം എന്ന് അറിയാം, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. തുളസിയാണ് കേട്ടോ ഉണക്കിയെടുത്തിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ ഫ്രഷ് കിട്ടാൻ ഒരിത്തിരി പാടാണ്. അപ്പോൾ ഒരു തണ്ട് തുളസിയും കൂടെ ഞാനതേ കഴുകിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. പിന്നെ വേറെ എന്താ, നന്നായി ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ നെയ്യിനകത്ത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ചേർത്തപ്പോഴേക്കും നമ്മുടെ നെയ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ചപ്പോഴേക്കും കണ്ടോ, അതേ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? എനിക്കെന്തായാലും കൊതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇരുന്ന് ചൂടോടുകൂടി നെയ്പായസം കഴിച്ചിട്ട് വരാം കേട്ടോ.